ശമ്പളം ലഭിച്ചില്ല. വണ്ടിപ്പെരിയാർ വാളാടി ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ വക എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന 3 അതിഥി തൊഴിലാളി കുടുംബങ്ങൾ പട്ടിണിയിൽ. ഇവരെ ജോലിക്കെത്തിച്ച ഏജന്റിനോട് ഇവർ ശമ്പളം ആവശ്യപ്പെട്ടപ്പോൾ കമ്പനി നൽകിയിട്ടില്ല എന്ന് അറിയിച്ചതായും ഇതോടെ കുട്ടികളടക്കമുള്ള തങ്ങൾ പട്ടിണിയിലാണെന്നും അതിഥി തൊഴിലാളികൾ പറയുന്നു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. വണ്ടിപ്പെരിയാർ വാളാടി ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ വക എസ്റ്റേറ്റിൽ ജോലിക്കാരായ അസം സ്വദേശികളായ അതിഥി തൊഴിലാളികളായ 3 കുടുംബങ്ങളാണ് ശമ്പളം ലഭിക്കാത്തത് മൂലം പട്ടിണിയിലായതായി പരാതി അറിയിച്ചിരിക്കുന്നത്. ആഴ്ച അവസാനമായപ്പോഴേക്കും ചെലവിന് പോലും പണം ലഭിക്കാതെ കുട്ടികളടക്കമുള്ള 3 കുടുംബങ്ങളിലെ തങ്ങൾ പട്ടിണിയിലാണെന്നും അതിഥി തൊഴിലാളികളിൽ ഒരാളായ മുഹമ്മദ് അലി പറയുന്നു. हम असम से आया, वालाडी स्टेप में ड्यूटी किया। 3 महीने का पैसा छोटो छोटो बच्चा है रूम में। हाँ, हम पूरा आदमी का ड्यूटी किया। अभी 1 रुपया पैसा नहीं मिला। आज संडे है, मार्केट के लिए पैसा नहीं मिला। अभी छोटो छोटो बच्चा है, रूम में जाना पड़ेगा। वो बच्चा पूरा हमारे पास आएगा, आपा क्या लिखा है, कुछ भी नहीं है। हाँ, हम ड्यूटी किया फरीदुल आगबिन में के। फरीदुल बोला पैसा कंपनी नहीं देगा तो हम लोग देगा। अभी फरीदुल में रूम में चला गया, हम लोग मार्केट में है अभी। കഴിഞ്ഞ കുറെ കാലങ്ങളായി HML പ്ലാന്റേഷനിൽ ജോലി ചെയ്തു വരുന്ന ഇവരെ ജോലിക്കെത്തിച്ച ഏജന്റിനോട് കൂലി ചോദിച്ചപ്പോൾ കമ്പനി ശമ്പളം നൽകിയിട്ടില്ല എന്നും ലഭിച്ചാൽ മാത്രമേ കൂലി നൽകുവാൻ കഴിയുകയുള്ളൂ എന്നുമാണ് ഏജന്റ് പറഞ്ഞതെന്നും അതിഥി തൊഴിലാളികളിൽ ഒരാളായ തൊംസിദ ബീഗം പറയുന്നു. 1,50,000 எங்களுக்கு பைசா கிடைக்கல, சொல்லிட்டேன் பைசா தருவேன் அப்படி சொல்லிட்டு எங்களுக்கு பைசா கொடுக்கல. எந்த சின்ன சின்ன பிள்ளைகளுக்கு பைசா நமக்கு சாணம் எடுப்பேன். இப்போ ஓனரை சொல்லிட்டு பைசா தருவேன். இப்போ நமக்கு பெரியாரே வந்துட்டு ஓனரே பைசா ശമ്പള കുടിശ്ശികയടക്കം 1,50,000 രൂപ വരെ ലഭിക്കുവാനുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ആഴ്ച അവസാനം ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുവാൻ ടൗണിലെത്തിയ ഇവർ ഏജന്റിനെ വിളിച്ചപ്പോൾ കമ്പനി ഒരാഴ്ച കഴിഞ്ഞ് ശമ്പളം നൽകുകയുള്ളൂ എന്നും അറിയിച്ചതായാണ് ഇവർക്ക് ഏജന്റിൽ നിന്നും ലഭിച്ച മറുപടി. ഭക്ഷണമില്ലാതെ കരയുന്ന കുട്ടികളെ താമസ സ്ഥലത്ത് ഇരുത്തിയിട്ടാണ് താങ്കൾ സാധനങ്ങൾ വാങ്ങുവാൻ എത്തിയതെന്നും ഇവർ പറഞ്ഞു. ശമ്പളം ലഭിക്കാതെ പട്ടിണിയിലായ ഇവർ തങ്ങൾക്ക് നിത്യ ചെലവിനെങ്കിലും പണം ലഭിക്കുവാൻ വേണ്ട നടപടികൾ HML മാനേജ്മെന്റുമായി സംസാരിക്കുന്നതിന് വേണ്ടിയാണ് വണ്ടിപ്പെരിയാർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.